ആദ്യം കണ്ട മെസ്സേജ് എന്നെ എടുത്തു. എന്നാ ചെന്നൈക്ക് വരുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷം കുറേ പ്രാവശ്യം വന്നു അടുപ്പിച്ച്. സുലുവിൻ്റെ മോൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നുണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു, കല്യാണം, പിന്നെ എപ്പോഴും കിച്ചുവിൻ്റെ കണ്ണിൻ്റെ ഇതിന് വന്നു. കഴിഞ്ഞ വർഷമായിരുന്നല്ലോ ഇഷാനിയുടെയും അമ്മൂൻ്റെയൊക്കെ ഐ സർജറി അങ്ങനെയൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇനി ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് വരുന്നുണ്ട്. ദാറ്റ്സ് ഇൻ ഓഗസ്റ്റ്. ഹോപ്പ്ഫുള്ളി അപ്പോൾ വരുമായിരിക്കും. എനിക്ക് ചെന്നൈ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഓൾസോ ലുക്ക് ഫോർവേഡ് ടു കമ്മിങ് ടു ചെന്നൈ. ഇനി മിക്കവാറും ഓഗസ്റ്റിലായിരിക്കും. ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു അമ്മൂൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്. അമ്മു അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. ഓഗസ്റ്റിലാണെങ്കിൽ ഓഗസ്റ്റിൽ വരും. അയ്യോ, എന്നെ കണ്ടപ്പോൾ വന്ന് സംസാരിക്കാത്തെന്താ? നേരിട്ട് കാണാനാണോ കൂടുതൽ നല്ലത്? എന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടെങ്കിൽ ഞാൻ ഇല്ല വീട്ടിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനിലായിരിക്കും അവിടെ എപ്പോഴും ഷോപ്പിങ്ങിന് വരുന്നത് കേട്ടോ. വട്ട് പിടിച്ച പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഞാൻ അവിടെ ഇങ്ങനെ ഓടി നടന്നായിരിക്കും ഷോപ്പ് ചെയ്യുന്നത്. എന്നാലും എനിവേ താങ്ക് യു. നെക്സ്റ്റ് ടൈം എന്നെ കാണുവാണെങ്കിൽ പ്ലീസ് കം ആൻഡ് ടോക്ക് ടു മീ. ഓക്കെ. കിച്ചൺ പണി ഓൾമോസ്റ്റ് ഓവർ, 95% ഓവർ. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഞങ്ങളുടെ ക്രോക്കറി യൂണിറ്റിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്തു. അതിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ എത്തി. ഫാക്ടറിയിൽ പണി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതും കൂടെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയാലേ കിച്ചൺ വർക്കും കൂടെ കംപ്ലീറ്റ് ആയ ഒരു ഫീൽ നമുക്ക് വരത്തുള്ളൂ. സോ അതായിട്ടില്ല. ഹോപ്പ്ഫുള്ളി അതൊരു 1 വീക്കിലാകും. കിച്ചൺ ഓൾമോസ്റ്റ് ആണ്. ഇച്ചിരി പെയിൻറ്റിങ് അങ്ങനെ ഇങ്ങനെ, പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് അത്രയൊക്കെ ബാക്കിയുള്ളൂ. ഇവിടെ വി കെയിം ഫോർ എ ഷൂട്ട്. ഇന്നൊരെണ്ണം കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ പുതിയൊരു സ്ഥലത്ത് വന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഹൗ ടു ഡു കൊളാബറേഷൻസ് വിത്ത് യു? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അറിയത്തില്ല, ചിലർ പറയുന്നു അങ്ങനെ നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ടൊക്കെ പറയുമല്ലോ ഗേളായിരിക്കും, ചിലർ പറയും ബോയ് ആയിരിക്കും. ഞാൻ അമ്മനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ലാസ്റ്റ് വരെയും എൻ്റെ ഡോക്ടർ വരെയും നോക്കിയിട്ട് പറയുമ്പോൾ ആൺകുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പം ഞാനെങ്കിൽ ചോദിച്ചു പെണ്ണായാൽ മതിയായിരുന്നു നമ്മൾ പറയും. എല്ലാവരും എൻ്റെ വയറ് കണ്ടിട്ട് ആണാണെന്ന് തോന്നുന്നു എന്നാണ് അമ്മൂനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു. പക്ഷെ അമ്മ പെണ്ണായിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു സർപ്രൈസ് ആവട്ടെ, അതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു സൂത്രം ഉണ്ടെങ്കിൽ അതെനിക്കും കൂടെ ഇറങ്ങിയാൽ കൊള്ളായിരുന്നു കേട്ടോ. ഞാനെന്താ ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെയൊക്കെ കളർ വീഴണം, അല്ലെങ്കിൽ നരയെല്ലാം ചാടി പുറത്തു വരും. ഇവിടെ ഈ ഭാഗത്താണ് കൂടുതലുള്ളത്. ഗ്രേ ആകാതിരിക്കാൻ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ എന്ന് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. താങ്ക് യു. ഇല്ല, തിരിച്ച് നാട്ടിലെത്തിയ ആദ്യത്തെ പരിപാടി അതാണ്. അടുത്ത ട്രിപ്പ് പോകുന്നതിന് മുന്നേ അതെനിക്ക് സെറ്റാക്കണം. ഇനി അടുത്തത് മലപ്പുറത്ത് ഒരു പക്ഷേ സുലുവിൻ്റെ അടുത്ത മോൻ്റെ കല്യാണം ആകുമ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മലപ്പുറത്ത് വരാം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടെയൊക്കെ വരാൻ. കഴിഞ്ഞ നമ്മളെ കാലിക്കറ്റ് ട്രിപ്പ് അടിപൊളിയായിരുന്നു. മലപ്പുറത്ത് ധാരാളം പരിചയക്കാരുണ്ട്. അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വരുമ്പോൾ അറിയിക്കാം, കാണാൻ കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ ഇൻഫ്ലുവൻസ് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അമ്മു കുറച്ച് നന്നായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ചില സമയത്തൊക്കെ അമ്മു ചിലതൊക്കെ ഡീൽ ചെയ്യുന്ന കാണുമ്പോൾ ഐ ബി സോ സർപ്രൈസ്ഡ്. എന്ത് സ്മാർട്ടായിട്ടാണ് അമ്മ സംസാരിച്ചതെന്ന്. കുറച്ച് എളുമകൾ അബുദാബി പോയപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുപോലെ. അത് ഞാൻ പറഞ്ഞു അമ്മു ഇത് അമ്മു ആയിരുന്നുണ്ടെങ്കിൽ അന്ന് ഇഷാനി ഞാനും പറയുന്നു ഇഷാനി ഞാനും അല്ലെങ്കിൽ നമ്മളത് ഇപ്പം അത് കുളമായിപ്പോയെന്ന്. അമ്മുവിൻ്റെ എത്ര സ്മാർട്ടായിട്ടാണ് ആ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്ത് നന്നായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞു. ഞാനിത് അമ്മനോട് പറയാം കേട്ടോ. താങ്ക് യു. ഗെസ്സി ആരൊക്കെ ഉണ്ടെന്ന്? അമ്മു, ഇഷാനിയും ഞാനും. അതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണല്ലോ വന്നിരിക്കുന്നത്. സേ സംതിങ് അബൌട്ട് നിമിഷ് രവി. നിമിഷ് രവി ഈസ് എ വെരി സ്വീറ്റ് ബോയ്. നമ്മൾ പരിചയപ്പെട്ടത് ഏത് വർഷമായിരുന്നു അമ്മു? നമ്മൾ 2016 അമ്മു കരി എന്ന് പറഞ്ഞൊരു മ്യൂസിക് വീഡിയോ ചെയ്തപ്പോൾ അപ്പോഴാണ് പരിചയപ്പെട്ട. ആൻഡ് he was like too good in his work and I am very proud of what he's doing. Cinematography അടിപൊളിയാണ്. Luca happened to Ammu because of him and he's a very 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 sweet boy and I'm so happy he's doing well for himself. ഇതൊക്കെയോ എത്ര നല്ല മൂവീസ് അല്ലേ നിമിഷിന് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് നല്ല മൂവീസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ലക്കി ഭാസ്കർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു.
ആൻഡ് വെരി സ്വീറ്റ് ബോയ്. അല്ലെ, എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് അറിഞ്ഞൂടാ. ഹീസ് ജസ്റ്റ് ലൈക്ക് എ പാർട്ട് ഓഫ് അവർ ഫാമിലി. ഫേവറേറ്റ് മെമ്മറി ധാരാളം മെമ്മറീസ് ഉണ്ട്. എന്നാലും എൻ്റെ ഫേവറേറ്റ് മെമ്മറി ഐ തിങ്ക് അമ്മുവിൻ്റെ ബർത്താണ്. ഫസ്റ്റ് ടൈം മദർഹുഡ് നമുക്ക് ഫസ്റ്റായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ദാറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് അമ്മു ജനിച്ചില്ലേ, അമ്മു ഞാൻ പ്രസവിച്ച ആ ദിവസമാണ് എനിക്ക് എൻ്റെ മെമ്മറിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. മറ്റെല്ലാ മക്കളും ജനിച്ചതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും ഫസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. സോ ദാറ്റ്സ് മൈ മോസ്റ്റ് മെമ്മറബിൾ തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇത് കേൾക്കുന്ന ഊസി, ഇഷാനി, ഹൻസു, നിങ്ങളെ പ്രസവിച്ചത് എനിക്ക് വളരെ 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 മെമ്മറബിൾ ആണ് കേട്ടോ. ഷോ us your ആംഗ്ലെറ്റ്. ട്രിവാൻഡ്രത്ത് ഡിസൈറിൽ പണിയിപ്പിച്ചതാ. കൊള്ളാവോ? ഇനി എന്താ ആംബിഷനൊന്നുമില്ല. ഇതുപോലെ ഹാപ്പി ആയിട്ടൊക്കെ എങ്ങനെ അങ്ങ് പോകണം ജീവിച്ച്. പിള്ളേരൊക്കെ നന്നായിട്ട് നല്ല ഒരു ഇതിലെത്തണം, അവർ വെൽ സെറ്റിൽഡ് ആവണം, ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം. എനിക്കെന്താ ആംബിഷൻ? ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടെയൊക്കെ പോയി ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ ജോളിയായിട്ടൊക്കെ അങ്ങ് ജീവിക്കണം, അത്ര തന്നെ. അയ്യോ, എപ്പോൾ മെസ്സേജ് ഇട്ടാലും ഞാൻ കാണത്തില്ലേ, അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പം ഈ മെസ്സേജ് എടുത്തിരിക്കുന്നു. സോ ഹൗ ആർ യു ആൻഡ് വാട്ട് ഈസ് യുവർ നെയിം എന്നോട് എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ ആൻസർ ചെയ്തേനെ. ഒന്നും ചോദിക്കാത്തത് കൊണ്ട് സം ജസ്റ്റ് വിഷിങ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കുക്കിംഗ് വ്ളോഗോ? കിച്ചണില്ലെന്നേ, വാഷിംഗ് മെഷീൻ്റെ സൈഡിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിച്ചൺ റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് പൊളിക്കാം കേട്ടോ. താങ്ക് യു. എൻ്റെ സൗണ്ട് പോയിരിക്കുക. ഇന്ന് രാവിലെ ട്രാവൽ ചെയ്ത് ഇറങ്ങാൻ സമയത്ത് എനിക്ക് തോന്നി എൻ്റെ സൗണ്ട് പോയി. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഹോമിയോ മെഡിസിൻ നോക്കി, കണ്ടില്ല. എൻ്റെ ഇരുന്ന ത്രോട്ടിൻ്റെ മെഡിസിൻ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് തൊണ്ടവേദന വന്നപ്പോൾ കൊടുത്തായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്യാൻ വിട്ടുപോയി. അല്ലെങ്കിൽ എൻ്റെ ഹോമിയോ മെഡിസിൻ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചിന് തൊണ്ട കുളമായിട്ടിരിക്കുക. എനിവേ, നൈസ് ടു നോ ദാറ്റ് യു ലൈക്ക് മൈ വോയിസ്. താങ്ക് യു. ഡിന്നർ കഴിഞ്ഞു, ഇനി ഫ്രൂട്ട്സും കൂടെ കഴിക്കണം. Yeah, we are planning for a trip in April. Guess where? മിസ് ചെയ്യുന്നു. ഇന്ന് ഞാൻ തട്ടിക്കൂട്ടി 1-2 Q&A ഒക്കെ ആൻസർ ചെയ്ത് എൻ്റെ വീഡിയോ ഇച്ചിരി എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നാളെ ഇടാം, നാളെ ഇടാൻ പറ്റിയില്ലെങ്കിൽ മറ്റന്നാൾ ഇടാം. ഓക്കെ, താങ്ക് യു. അങ്കിളിന് കുറച്ച് ക്രെഡിറ്റ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കിച്ചു മിക്കവാറും എൻ്റെ സ്റ്റോറി കാണും. താങ്ക് യു. ഞാൻ ഒരിക്കൽ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്, അതൊരു 22 years ബാക്കാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ഐ ഡിസൈഡഡ് ഐ വിൽ നെവർ എവർ സ്ട്രെയിറ്റൻ മൈ ഹെയർ അഗൈൻ. പിന്നെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തിട്ടില്ല. ഈ ടെമ്പററി ആയിട്ട് ജസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അയൺ യൂസ് ചെയ്യുന്നതേ ഉള്ളു. ബോട്ടോക്സ് ഒക്കെ ഇഷാനിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ഉള്ളി അവ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് എനിക്ക് ഈ ഇങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ ചപ്പട്ടയായിട്ടിരിക്കില്ലേ, അതാണ് എനിക്കിഷ്ടം. താങ്ക് യു. തരാലോ. ഞാൻ കുറേ കാര്യങ്ങൾക്ക് ഹോമിയോ മെഡിസിനാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ അതുപോലെ ഇംഗ്ലീഷ് മെഡിസിൻസും യൂസ്